മുല്ലപ്പെരിയാർ പതിറ്റാണ്ടുകളായി കേരളം ആശങ്കയോടെ കേൾക്കുന്ന ഒരു പേരാണ്. എന്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഇന്നത്തെ കൃത്യമായ അവസ്ഥ? ഈ വിഷയത്തെക്കുറിച്ച് എന്നോടിന്ന് സംസാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയാണ്. ലോകത്ത് എത്ര വലിയ സൃഷ്ടികളാണെങ്കിലും, അതായത് എത്ര വലിയ എഞ്ചിനീയറിംഗ് മാർവലാണെങ്കിലും, എഞ്ചിനീയറിംഗ് അത്ഭുതമാണെങ്കിലും, ഇത്രയും പീരീഡ് കഴിഞ്ഞാൽ ഒരു അണക്കെട്ട് തുടരാൻ പാടില്ല എന്നാണ്. അതല്ലേ ഇന്നത്തെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലെല്ലാം സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. കാരണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു സജീവമായിട്ടുള്ളൊരു ചർച്ച തന്നെ വേണ്ടതാണ്. അത് വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാരും പൊതുസമൂഹവും വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഏതൊരു ഡാമും, ഇപ്പോൾ മുല്ലപ്പെരിയാർ മാത്രമല്ല, ഏതൊരു ഡാമിൻ്റെയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു പഴക്കം അത് 50 വർഷത്തിനും 100 വർഷത്തിനും ഇടയിലാണ് അതിൻ്റെ ഒരു ഡാമിൻ്റെ ആയുസ്. 50 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളുണ്ടാകും, അത് തകരാൻ സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 1887 ജോൺ പെനിക്കുക്ക് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കിയ ഡാമാണ്. അന്ന് അദ്ദേഹം 1887 അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി 62 ലക്ഷം രൂപ അന്നത്തെ ചെലവഴിച്ച് ഈ ഡാം കെട്ടി. പക്ഷേ അതിൻ്റെ ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഇതെല്ലാം ഒലിച്ചുപോയി, ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി ജീവജാലങ്ങൾ നശിച്ചു. ഈ കെട്ടിപ്പോക്കി ഇതെല്ലാം നശിച്ചു പോയി. അങ്ങനെ സങ്കടപ്പെട്ട് ഈ ജോൺ പെനിക്കുക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്, അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടി. ബ്രിട്ടീഷ് സർക്കാരാണ് അന്ന് നിർമ്മിക്കുന്നത്. അതെ, ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തോടെ. അദ്ദേഹം വലിയൊരു റോയൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹമാണ് അത് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ദുഃഖഭാരം മൂലം അദ്ദേഹം നാട്ടിലോട്ട് പോയി. പക്ഷെ അതിനുശേഷം അദ്ദേഹം അത് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം തൻ്റെയും ഭാര്യയുടെ പേര് എനിക്ക് തോന്നുന്നു ഗ്രേസ് ജോർജിന എന്ന പേര്, അവരെയും കൂട്ടി പോയി അവരുടെ എല്ലാ സ്വത്തും വിറ്റ് അവർ വീണ്ടും ഈ ഡാം നിർമ്മിക്കാനായിട്ട് തിരിച്ചു വരികയാണ്. ജലസേചനം തന്നെയായിരുന്നു അന്നത്തെ ഉദ്ദേശം. തീർച്ചയായിട്ടും. അതായത് തമിഴ്നാട്ടിലെ തേനി, മധുര, കമ്പം ഈ സ്ഥലങ്ങളിലേക്ക് അന്ന് ജലസേചന സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവിടെ അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമക്കാരൻ ബ്രിട്ടീഷുകാരെ നമുക്കറിയാമല്ലോ, അവർ നാടും സ്റ്റേറ്റും നോക്കില്ല, അവർ എവിടെയൊക്കെയോ വികസനം വേണം അവരെല്ലാം അത് ചെയ്യും. അപ്പോൾ തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഡാം കെട്ടിയത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ സമീപിക്കേണ്ട ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. ജനങ്ങളെ ജീവനാണ് പ്രധാനം. നമ്മൾ ആരെയും ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു ഡാമിൻ്റെ പഴക്കം അത് സാധാരണയായിട്ട് നമുക്ക് ഒരു ശാസ്ത്ര ശാഖയുണ്ട്, റിലയബിലിറ്റി സയൻസ്. ഈ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ഡാം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, സീസ്മോളജി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമായൊരു സംവിധാനമാണ് ഒരു ഡാം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാമിൻ്റെ പഴക്കം എത്രയുണ്ടെന്ന് നിശ്ചയിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റിലയബിലിറ്റി സയൻസിൻ്റെ ഒരു പഠനം വിദഗ്ധനെ വെച്ച് നടത്തണം. അതാണ്. അപ്പോൾ നമുക്കറിയാം, കാരണം ഈ ഒരു ശാസ്ത്രശാഖ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പഠനത്തിൽ കണ്ടെത്തുന്നത് 50 വർഷം കഴിഞ്ഞാൽ ഏത് ഡാമും തകരും. നമ്മൾ പേടിപ്പിക്കാൻ പറയുന്നില്ല, ഏത് ഡാമും 50 വർഷം കഴിഞ്ഞാൽ നമുക്കറിയാം. കർണാടക തുംഗഭദ്ര ഡാമിൻ്റെ ഒരു സുർക്കി മിശ്രിത ഡാമാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെന്തോ പ്രശ്നം പറ്റി. അപ്പോൾ നമ്മൾ ഭയപ്പെടുത്താൻ പറയല്ല, ഈ മുല്ലപ്പെരിയാർ ഡാം ഇപ്പം 100 വർഷം കഴിഞ്ഞു. 1895 ഞാൻ പറഞ്ഞ ഈ ജോൺ പിന്നോക്ക് വന്നിട്ട് വീണ്ടും 81 ലക്ഷം രൂപ ചെലവഴിച്ച്, അദ്ദേഹത്തിന്റെ സമ്പാദ്യവും സർക്കാരിന്റെ സമ്പാദ്യം കൂടി ചെലവഴിച്ചാണ് ഡാം 1895 ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1895 ഉണ്ടാക്കിയ ഡാം ഇന്ന് 2024 എത്ര വർഷമായി നമ്മൾ കണക്ക് കൂട്ടണം. നമ്മൾ ഈ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ നേരിടണം. ഈ ടോണി ചിറ്റിലപ്പള്ളി സാറിനോട് ഞാൻ ചോദിക്കുന്നത്, സാറ് വളരെ ആശങ്ക പറഞ്ഞു ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക വേണ്ടത് രാജ്യത്തെ സുപ്രീം കോടതിക്കാണ്. തമിഴ്നാട് സർക്കാർ പറയുന്നൊരു കാര്യം, സുപ്രീം കോടതി ഈ ഡാമിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
എത്രത്തോളം ആധികാരികതയുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ഈ വാദത്തിന്? ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഒരു അഡ്വക്കേറ്റ് റസൽ ജോയ്, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി 3 ചോദ്യം ചോദിച്ചു. ഈ ഡാം ഇത് മാറ്റിയിട്ട് വേറൊരു ഡാം നിർമ്മിക്കാനായിട്ട് എന്താ പ്രശ്നം? പിന്നെ ചോദിച്ചു, ഈ ഡാം നിർമ്മിക്കാനായിട്ട് ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ സന്ദർഭത്തിനൊത്ത് ഉയരാത്തത്? ഇതിന്റെ ഈ ഒരു പ്രശ്നം, ഈ ഡാം ഇങ്ങനെ ഇത് തകർന്നു പോയാൽ ആരാണ് ഉത്തരവാദികൾ? സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി ഇടപെട്ട് 3 തരം ദുരന്ത നിവാരണ സമിതികൾ തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ സെൻട്രലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി വെറുതെ ഇരിക്കുന്നില്ല. സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പഠനം നടത്തി ഇതിന്റെ ഒരു പ്രശ്നം സുപ്രീം കോടതിന് അത് കൃത്യമായിട്ട് അറിയാം. സുപ്രീം കോടതിന്റെ വിധികളുണ്ട് ദുരന്ത നിവാരണ സമിതികൾ ചെയ്യുന്നത്. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഇത് ഇത്രയും ആളുകളുടെ ജീവനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിയായി പഠിക്കാത്തത്? സുപ്രീം കോടതി കൃത്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം അതിന്റെ എല്ലാ വസ്തുക്കളും കൂടി ഡീകമ്മീഷൻ ചെയ്യണം. ഈ ഡീകമ്മീഷൻ ചെയ്യാനായിട്ടുള്ള ഒരു നടപടിക്ക് സർക്കാർ, തമിഴ്നാട് സർക്കാർ, കേരള സർക്കാർ, കേന്ദ്ര സർക്കാരും ഒരുമിച്ച് കൂടി അത് തയ്യാറാക്കും. ഇപ്പം നമുക്കറിയാം, സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിന് വേവലാതിയുള്ള ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. അവിടുത്തെ ജഡ്ജിമാർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ദുരന്ത നിവാരണ സമിതികൾ. അപ്പം ഇത് നമ്മൾ ലാഘവത്തോടെയല്ല, ഗൗരവമായിട്ട് തന്നെ സർക്കാർ ഇതിനെ ഒരു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇനി ഒരു ഡാം ഉണ്ടായിക്കഴിഞ്ഞാൽ തമിഴ്നാട് ഇന്ന് അനുഭവിക്കുന്നത്, തമിഴ്നാടിനാണ് ഇപ്പം സ്ഥലം കേരളത്തിന്റെ അതിർത്തി പ്രദേശത്താണെങ്കിലും തമിഴ്നാടാണ് ഈ ഡാം പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പുതിയ ഡാം ഉണ്ടായിക്കഴിഞ്ഞാൽ തമിഴ്നാടിന് അതിന്റെ അവകാശം നഷ്ടപ്പെടും. പിന്നെ തമിഴ്നാട് കൂടിയാണ് ഈ വെള്ളം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോഴും തേനി, കമ്പം, ഇപ്പോഴും നമ്മൾ പോയ ഏറ്റവും പച്ചപ്പായി കിടന്ന ഈ പ്രദേശങ്ങളൊക്കെ കൃഷിക്ക് ആവശ്യമായ വെള്ളം തരുന്ന ഏറ്റവും ഗുണമുണ്ടാകുന്നത് തമിഴ്നാടിന്. അങ്ങനെ ഒരു ഭയം തമിഴ്നാടിനുണ്ടോ? കേരളം ഒരിക്കലും തമിഴ്നാടിന് ജലം നിഷേധിച്ചിട്ടില്ല. താങ്കൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്ര വർഷങ്ങളായി കേരളത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ട് കേരളത്തിൽ തന്നെ വീഴുന്ന വൃഷ്ടിപ്രദേശമാണ് മുല്ലപ്പെരിയാർ. നമ്മൾ ഇതുവരെ ഒരു പ്രതിഷേധം, അവർക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല, വെള്ളം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്തൊരു പുതിയ സംവിധാനം, ഈ ശ്രീധരനെ പോലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, വേറെ പല മാർഗങ്ങളിലൂടെ നമുക്ക് വെള്ളം കൊടുക്കും. നമുക്കറിയാം, ഈ പാട്ടക്കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് 999 വർഷത്തേക്കാണ്. 999 നമ്മൾ ഒരു അടിസ്ഥാനമില്ല. സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ഡാമിന്റെ പഴക്കം 50 വർഷം 100 വർഷത്തിന് ഇടയിലാണ്. ഏത് ഡാമാണ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ സുർക്കി? അതെല്ലാം ഓക്കെ, ഞാൻ പറയാം. ഇതിന്റെ ഉള്ളിൽ പലവിധ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, സംസ്ഥാനം തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ജനങ്ങളുടെ ജീവനാണ്. ഞാനൊരു ഉദാഹരണം പറയാം, ഇത് ഭയപ്പെടുത്താനൊന്നുമല്ല, അത് യാഥാർത്ഥ്യത്തോടെ ഞാൻ പറയാം. നമുക്കറിയാം, ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം, കേരളത്തിൽ പല സ്ഥലത്തും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2.01 റിക്ടർ സ്കെയിലിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാലക്കാട് മേഖലയിൽ 6 അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം, ദേശമംഗലം, തൃശ്ശൂർ, പാലക്കാട്, ഇത് 6.1 റിക്ടർ സ്കെയിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇനി ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം, അതിന്റെ 200 മീറ്റർ റേഡിയസിൽ 10-32ഓളം സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൊടൈക്കനാൽ, നമുക്കറിയാം, കൊടൈക്കനാൽ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ കിടക്കാണ്, അതിന്റെ 200 കിലോമീറ്റർ റേഡിയസ് ഞാൻ പറയുന്നത്. അപ്പൊ അതായത് പിന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂഗർഭരയിൽ ഒരു വലിയ വിള്ളലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യബോധമുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ ഭൂകമ്പം വന്നാൽ ഈ ഡാം നിലം പൊത്തും. ഈ ഡാം നിലം പൊത്തിക്കഴിഞ്ഞ നിമിഷം നേരങ്ങൾക്കുള്ളിൽ കൊച്ചിയിലോട്ട് വെള്ളം വരും. കൊച്ചിയിൽ നമുക്കറിയാം, കൊച്ചിയിൽ എന്തൊക്കെയോ എന്നുള്ളത് ഷിപ്പ്യാർഡ്, സാമ്പത്തികമായിട്ടുള്ള തലസ്ഥാനം തന്നെയാണ്. കൊച്ചിയിൽ ഷിപ്പ്യാർഡ് ഉണ്ട്, റിഫൈനറി ഉണ്ട്, ആയുധ ഡിപ്പോകളുണ്ട്, നേവൽ ബേസ് ഉണ്ട്. അല്ല, അതായത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ഇന്റർവെൻഷൻ, ഒരു ഇടപെടല് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് പറ്റുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. നമ്മൾ കേരള ജനത, കേരളത്തിലെ ആളുകൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് ഒരു പ്രതിഷേധമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡാമിനെ നിലനിർത്തി ഇങ്ങനെയുള്ളൊരു ഡെമോക്രാസിന്റെ വാള് പോലുള്ളൊരു ഡാം നമ്മുടെ മുകളിൽ നിൽക്കുമ്പോൾ അപ്പം ജനങ്ങൾക്ക് അതിൽ വളരെ ആശങ്കയുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് ഡീകമ്മീഷൻ ചെയ്ത് വേറെ മാർഗങ്ങളിലൂടെ വെള്ളം കൊടുക്കാൻ, പുതിയ ഡാം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വേറെ മാർഗം തേടിക്കൊണ്ട് തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം അത് ശുഭകരമായിട്ട് അത് തീരണം.
മുല്ലപ്പെരിയാർ ഡാം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ഗവൺമെന്റിനെ എപ്പോഴും കുറ്റം പറഞ്ഞിരിക്കാൻ സാധ്യത. കാരണം ഇതിനു മുമ്പ് ഗവൺമെന്റിന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഇതിനു മുമ്പ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിട്ടില്ലേ? അവരെന്ത് ചെയ്തു ഈ കാര്യത്തിനെല്ലാം? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗവൺമെന്റിനെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. എല്ലാ പാർട്ടികളും സെൻട്രൽ ഗവൺമെന്റും ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സൊല്യൂഷൻ കാണേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ആരും ഭയപ്പെടുത്തരുത്. പക്ഷേ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. വേറെ സംവിധാനങ്ങളിലൂടെ വെള്ളം തമിഴ്നാടിന് കൊടുക്കണം. അത്ര അധികം വർഷങ്ങളിൽ എടുക്കാനും പാടില്ല. കാരണം ഈ സമയം വളരെ പെട്ടെന്ന് ഗവൺമെന്റുകൾ ഇടപെടേണ്ട ഒരു സംഭവമാണ്. കോടതികളും ഇടപെടണം. അതുപോലെ തന്നെ മനുഷ്യര് നമ്മൾ വളരെ കൂളായിട്ട്, അതായത് ഭയാശങ്ക ഇല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട്, പക്ഷേ ജാഗ്രതയോടെ കൂടെ സമീപിക്കേണ്ട, ജാഗ്രതയോടുകൂടി എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഡാം ഇവിടെ നിർമ്മിക്കണം. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതല്ല, ജനങ്ങളെ ഭയചകിതരാക്കാതെ പെട്ടെന്നുള്ളൊരു നടപടി. ഇത്രയും നേരം സംസാരിച്ചതിന്